നമസ്കാരം, എൻ്റെ പേര് ഗ്ലിഞ്ചി. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. സ്വദേശം തൃശ്ശൂരാണ്. ഇന്നത്തെ ഒരു വീഡിയോ തികച്ചും വ്യത്യസ്തമാണ്. ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഒത്തിരി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ 4 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളുടെ പ്രൊഡക്റ്റുകളാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് സ്റ്റാർ ഹെൽത്തിൻ്റെ കോംപ്രിഹെൻസീവ് ആണ്, 5 ലക്ഷത്തിൻ്റെ. ടാറ്റയുടെ മെഡിക്കെയർ, നിവബൂപ്പയുടെ റീഷർ, അതുപോലെ തന്നെ HDFCയുടെ ഒപ്റ്റിമ സെക്യൂർ. അങ്ങനെ 4 കമ്പനിയുടെ ഒരു 5 ലക്ഷത്തിൻ്റെ പ്രീമിയം ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കമ്പാരിസൺ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ, നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യമായിട്ട് പരിഗണിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് റൂം റെൻറ്റിൻ്റെ കാര്യത്തിലാണ്. ഇതിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ കോംപ്രിഹെൻസീവ് 5 ലാഖിൻ്റെ പോളിസി നോക്കുകയാണെങ്കിൽ സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. അതുപോലെ ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയം 5 ലാഖിലാണെങ്കിൽ എനി റൂമാണ്. അതുപോലെ നിവബൂപ്പയിലും റീഷറിൽ 5 ലാഖിന് എനി റൂമാണ്. HDFC ഒപ്റ്റിമ സെക്യൂറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 5 ലാഖിന് സിംഗിൾ പ്രൈവറ്റ് AC റൂമാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. റൂം റെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് കാര്യത്തിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമ്മളെപ്പോഴും എനി റൂം ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പറയാനായിട്ട്, കുറച്ച് ദിവസം മുമ്പ് ഞാൻ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ സുഹൃത്തിൻ്റെ ഒരു കീമോതെറാപ്പിക്ക് വേണ്ടി പോകാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സാധാരണ റൂമാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അവിടെ അവർ ഡിലക്സ് റൂമാണ് ഒഴിവുണ്ടായെന്നും പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആ ഡിലക്സ് റൂം എടുക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ എനി റൂം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ അറിയാമല്ലോ, മിക്ക ആൾക്കാരുടെ കയ്യിലും ഹെൽത്ത് ഇൻഷുറൻസ് ആയി തുടങ്ങി. അപ്പോൾ എനി റൂം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലത്, അല്ലെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉള്ള റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോ പേയ്മെൻറ്റ് എക്സ്ട്രാ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റൂം റെൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ എനി റൂം ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കപ്പെടും. രണ്ടാമതായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ഫാക്ടർ റീസ്റ്റോറേഷൻ്റെ കാര്യത്തിലാണ്. റീസ്റ്റോറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പോളിസി, ഇപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 5 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും വീണ്ടും നമുക്ക് ആ 5 ലക്ഷം രൂപ റീസ്റ്റോർ ആവാറുണ്ട്. അതിനാണ് റീസ്റ്റോറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റീസ്റ്റോറേഷൻ്റെ കാര്യത്തിൽ സ്റ്റാർ ഹെൽത്തും ടാറ്റേജ്, അതുപോലെ തന്നെ HDFC ഒപ്റ്റിമ സെക്യൂറൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് സെയിം അസുഖത്തിനും ഡിഫറൻറ്റ് ഇൽനെസ്സിനും നമുക്ക് റീസ്റ്റോറേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിവബൂപ്പയുടെ റീഷർ ആണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ കിട്ടുന്നുണ്ട്. അതായത് ഒരു 5 ഫാമിലിയിൽ ഒരു ഫാമിലിയിൽ 5 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 5 പേർക്ക് ഓരോരുത്തർക്കും ഈ 5 ലക്ഷം രൂപ അൺലിമിറ്റഡ് ആയിട്ട് റീസ്റ്റോറേഷൻ കിട്ടുന്നുണ്ട് നിവബൂപ്പയുടെ റീഷർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിൽ. അപ്പോൾ കുറച്ചുകൂടി അട്രാക്റ്റീവാണ് നിവബൂപ്പയുടെ റീഷർ ഈ ഒരു കാര്യത്തിൽ. അതുപോലെ മൂന്നാമതായിട്ട് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അതിൻ്റെ ഒരു ഡ്യൂറേഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ ക്യാൻസർ ഡയഗ്നോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഡയഗ്നോസ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ കുറേ ടെസ്റ്റുകൾ എടുക്കും. അതുപോലെ കുറേ MRI, PET CT എന്നൊക്കെ പറഞ്ഞ് കുറേയൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പി ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റൊക്കെ അവസാനിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ വീടൊരു ചെക്കപ്പിന് വരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഈ പ്രീയും പോസ്റ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹോസ്പിറ്റലിന് മുൻപുള്ളത് ട്രീറ്റ്മെൻറ്റും അത് കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആ ഒരു ഡ്യൂറേഷനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും കുറച്ചുകൂടി കൂടുതൽ എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. സ്റ്റാർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ പ്രീ പോസ്റ്റായിട്ട് വരുന്നത് 60, അതായത് ഹോസ്പിറ്റലിന് മുമ്പുള്ള 60 ദിവസത്തെ ബില്ലുകളും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള 90 ദിവസത്തെ ബില്ലുകളാണ് നമുക്ക് ടാറ്റയിലും സ്റ്റാറിലൊക്കെ ഈ ഒരു സെയിം 1690 ആണ് നമുക്ക് വരുന്നത്. പക്ഷേ ഇതിൽ നിവബൂപ്പയുടെ റീഷറിലും ഒപ്റ്റിമ സെക്യൂറിലും നമുക്ക് 1618 വരെ, അതായത് നമുക്കൊരു 6 മാസത്തെ ബില്ല് വരെയൊക്കെ, അതായത് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം വരെയുള്ള ബില്ലുകൾ നമുക്ക് ഇതിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് വലിയൊരു ഫീച്ചറാണ്. 1618 എന്ന് പറയുന്നത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഈ 2 കമ്പനിയിൽ മാത്രമല്ല, ആദിത്യ ബിർളയിലായാലും മണിപ്പാൽ സിഗ്നയിലൊക്കെ നമുക്ക് ഈ ഒരു 1618 വെച്ച് കിട്ടുന്നുണ്ട്. ഒരു 6 മാസത്തെ ബില്ലുകളൊക്കെ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് നോ ക്ലെയിം ബോണസാണ്. നോ ക്ലെയിം ബോണസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ സ്റ്റാറിലും ടാറ്റയിലും ഞാൻ കണ്ടിട്ടുള്ള കാര്യം, 5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ, ഓരോ വർഷം 50% വെച്ചിട്ടാണ് കൂടുന്നത്. 2 വർഷം കഴിയുമ്പോൾ നമുക്ക് ഒരു 10 ലക്ഷമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ നോ ക്ലെയിം ബോണസ് കിട്ടില്ല, പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിവബൂപ്പയിലാണെങ്കിലും അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്കൊരു NCB പ്രൊട്ടക്ടർ എന്ന് പറയുന്ന ഒരു സേഫ് ഗാർഡ്, ഒരു റൈഡർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 50,000 വരെയുള്ള ക്ലെയിം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നോ ക്ലെയിം ബോണസ് നഷ്ടമാവില്ല. അപ്പോൾ വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. കാരണം പലപ്പോഴും നമ്മൾ ചെറിയൊരു ക്ലെയിം നമ്മൾ ജസ്റ്റ് ഒന്ന് വീഴേ അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ നമ്മൾ മടിയാവും, കാരണം നമ്മുടെ നോ ക്ലെയിം ബോണസ് നഷ്ടപ്പെടുന്നു എന്ന് കരുതി. പക്ഷേ NCB നിവബൂപ്പയിൽ ഇങ്ങനെ ഒരു NCB പ്രൊട്ടക്ടർ ഉള്ളത് കൊണ്ട് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചറാണ്. ഇത് HDFCയുടെ കാര്യത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ നോ ക്ലെയിം ബോണസ് ആയിട്ടില്ല, കുമുലേറ്റീവ് ബോണസ് ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. ഇവിടെ ക്ലെയിം വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, നമുക്ക് ഈ ഇരട്ടിയായിട്ട് മാറുന്നുണ്ട്. അത് വലിയൊരു 5 ലക്ഷത്തിൻ്റെ പോളിസി നമുക്ക് ഇരട്ടിയായിട്ട് 50% വെച്ച് ഇരട്ടിയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ അത് മാത്രമല്ല, ഒപ്റ്റിമ സെക്യൂറിൽ
നമുക്ക് ഡേ 1 മുതൽ 2x കവറേജ് കിട്ടുന്നുണ്ട്. അതായത് ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ലക്ഷത്തിൻ്റെ വരെ പോളിസികൾ യൂസ് ചെയ്യാൻ പറ്റും. അത് HDFC ഒപ്റ്റിമ സെക്യൂറിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തായിട്ട് പരിഗണിക്കാവുന്ന ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കൺസ്യൂമബിൾസിൻ്റെ കവറേജാണ്. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ചെറിയൊരു എക്സ്പെൻസ്, പഞ്ഞി, സിറിഞ്ച്, നോൺ മെഡിക്കൽ എക്സ്പെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലുകാർ ഈടാക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റാർ ഹെൽത്തിൽ ഈ ഒരു ഫീച്ചർ കവർ ചെയ്യുന്നില്ല, കൺസ്യൂമബിൾസ് അതിൽ കവർ ചെയ്യുന്നില്ല കോംപ്രഹെൻസീവിൽ. പക്ഷേ ഇതിൽ ടാറ്റ AG, നിവ ബൂപ്പ, അതുപോലെ തന്നെ HDFCയിലൊക്കെ നമുക്ക് കൺസ്യൂമർ ഫുൾ എക്സ്പെൻസും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. അത് വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മളിപ്പോഴും നോക്കുമ്പോൾ പരിഗണിക്കേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. അതുപോലെ തന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ് എക്സിസ്റ്റിംഗ് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡ്. നമുക്കറിയാം, ഒരു പോളിസി എടുത്തു കഴിയുമ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഇൻഷുറൻസ് കമ്പനിയായിട്ട് തെറ്റുന്നതിൻ്റെ റീസൺ ആ വെയിറ്റിംഗ് പീരീഡ് അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റാർ ഹെൽത്തിൽ വെയിറ്റിംഗ് പീരീഡ്, നമുക്ക് നിലവിലുള്ള അസുഖത്തിന് വെയിറ്റിംഗ് പീരീഡ് 3 ഇയേഴ്സും സ്പെഷ്യൽ ഡിസീസ്, അതായത് പൈൽസ്, കിഡ്നി സ്റ്റോൺ, ഹെർണിയ ഇങ്ങനെ തുടങ്ങുന്ന അസുഖങ്ങൾക്കൊക്കെ 2 വർഷമാണ് വെയിറ്റിംഗ് പീരീഡ്. പക്ഷേ ഇവരുടെ ഒരു അഡ്വാൻറ്റേജ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 36 മാസം എന്നുള്ളത് 3 വർഷം എന്നുള്ളത് നമുക്ക് 1 ഇയർ ആയിട്ട് ചുരുക്കാനായിട്ട് പറ്റും, നമ്മൾ എക്സ്ട്രാ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ. അങ്ങനൊരു ഫീച്ചർ വെയിറ്റിംഗ് പീരീഡിൽ നമുക്ക് സ്റ്റാർ ഹെൽത്തിൽ കോംപ്രഹെൻസീവിൽ വരുന്നുണ്ട്. ടാറ്റയിലാണെങ്കിൽ നമുക്ക് 2 ഇയർ ആണ് സ്പെഷ്യൽ ഡിസീസിനും പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിനും വരുന്ന വെയിറ്റിംഗ് പീരീഡ്. ബാക്കി 2 കമ്പനികളിലും നിവ ബൂപ്പിലും HDFCയിലും 2-3 ആണ്. സ്പെഷ്യൽ ഡിസീസിന് വരുന്ന വെയിറ്റിംഗ് പീരീഡ് 2 ഇയറും പ്രീ എക്സിസ്റ്റിംഗ് നിലവിൽ നമുക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഉണ്ടെങ്കിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അസുഖത്തിന് വെയിറ്റിംഗ് പീരീഡ് വരുന്നത് 3 ഇയർ ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു ക്ലെയിം വന്നിരുന്നു. ഒരു കസ്റ്റമർ, ആൾ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു അദ്ദേഹത്തിന്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് റിമൂവ് ചെയ്യാനാണ്, ആ പാർട്ട് റിമൂവ് ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിയിലൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ഇൻഷുറൻസ് കമ്പനികളിൽ ഒരു 2 വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ട്യൂമർ, സിസ്റ്റ് ഇതുപോലെയുള്ള അസുഖങ്ങൾ ഇതുപോലെയുള്ള റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ആ കാര്യം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മെറ്റേണിറ്റി കവറേജാണ്. മെറ്റേണിറ്റി കവറേജിൽ നോക്കുകയാണെങ്കിൽ സ്റ്റാർ ഹെൽത്തിൻ്റെ കോംപ്രഹെൻസീവിലാണെങ്കിൽ 2 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോർമലിനാണെങ്കിൽ 15,000, സിസേറിയനാണെങ്കിൽ 20,000 വരെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 5 ലക്ഷത്തിൻ്റെ പോളിസി എടുക്കുകയാണെങ്കിൽ പോളിസി എടുത്ത് 2 വർഷം കഴിയുന്നുണ്ട്. ടാറ്റയിലാണെങ്കിൽ പോളിസി എടുത്തിട്ട് 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ 60,000 രൂപയും ആൺകുട്ടിക്കാണെങ്കിൽ 50,000 രൂപയും കൊടുക്കുന്നുണ്ട്. ടാറ്റയിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി HDFCയിലും നിവ ബൂപ്പയിലും മെറ്റേണിറ്റി പ്ലാനുകളിൽ കവർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഉദ്ദേശിക്കുന്നത് യുനാനി, സിദ്ധ പോലെയുള്ള ആയുഷ് ട്രീറ്റ്മെൻറ്റുകളാണ്. ഇതിൽ സ്റ്റാർ ഹെൽത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം കവർ ചെയ്യുന്നത് 5 ലക്ഷത്തിൻ്റെ പോളിസിയിലാണെങ്കിൽ 15,000 വരെയാണ്. കുറവാണ്. നമുക്ക് ഈ ഇതുകൾ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ് സ്റ്റാറിൽ. പക്ഷേ ബാക്കി 3 കമ്പനികളിലും ഫുൾ എക്സ്പെൻസും കവർ ചെയ്ത് കിട്ടുന്നുണ്ട്. 100% നമുക്ക് കവറേജ് കിട്ടുന്നുണ്ട് ആയുഷ് പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിൻ്റെ കേസിലാണെങ്കിൽ കോംപ്രഹെൻസീവിലാണെങ്കിൽ നമുക്ക് എവരി ഫ്രീ ക്ലെയിം ഇയറിലാണെങ്കിൽ, അതായത് നമ്മൾ പോളിസി എടുത്തിട്ട് ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇയർലി 2,000 രൂപ വെച്ച് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയറിലാണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണ്. നമുക്കൊരു 5,000 രൂപ 5 ലക്ഷത്തിന് പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ 5,000 രൂപ വരെ മെഡിക്കൽ ചെക്കപ്പിന് കിട്ടുന്നുണ്ട്. അത് ക്ലെയിം വന്നാലും ശരി വന്നില്ലെങ്കിലും കിട്ടുന്നുണ്ട്. ഇത് നിവ ബൂപ്പയിലും HDFCയിലാണെങ്കിൽ നമുക്ക് 2,500 രൂപയാണ്. അവിടെയും ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലെയിം ആണ്. അതുപോലെ തന്നെ അടുത്തായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഘടകമാണ് OPD ട്രീറ്റ്മെൻറ്റിൻ്റെ. സാധാരണ പലപ്പോഴും ഗൾഫിൽ നിന്നൊക്കെ വിളിക്കുന്ന ആൾക്കാർ ചോദിക്കുന്നൊരു കാര്യമാണ്, ഗൾഫിലൊക്കെ OPD ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യാറുണ്ട്, ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് കിട്ടും. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല, നമുക്ക് OPD ഗൾഫിലെ പോലെ നമുക്ക് കിട്ടില്ല. എങ്കിൽ തന്നെയും ഈ സ്റ്റാറിൻ്റെ കോംപ്രഹെൻസീവിൽ നമുക്ക് 1,200 രൂപയാണ് നമുക്ക് OPD ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 1,200 രൂപയാണ് കിട്ടുന്നത്. നമുക്കതുപോലെ തന്നെ ടാറ്റയിലാണെങ്കിൽ നമുക്ക് പോളിസി എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് OPD ആയിട്ട് 5,000 രൂപ വെച്ച് കിട്ടുന്നുണ്ട്. ബാക്കി നിവ ബൂപ്പയിലും HDFCയിലും OPD കവറേജ് കിട്ടുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അത് സാധാരണ ഇൻഷുറൻസ് കമ്പനികൾ പല്ലിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾക്ക് കൊടുക്കാറില്ല. എങ്കിലും കോംപ്രഹെൻസീവിൽ 3 വർഷം കൂടുമ്പോൾ നമുക്ക് 5,000 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ടാറ്റയുടെ മെഡിക്കെയർ പ്ലസ്സിലാണെങ്കിൽ എന്ത് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസി എടുത്തിട്ട് 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും 10,000 രൂപ വരെ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. അടുത്തായിട്ട് ക്ലെയിം സെറ്റിൽമെൻറ്റ്. പല ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ക്ലെയിം സെറ്റിൽമെൻറ്റ് കാര്യം എങ്ങനെയാണെന്ന്. ഈ പറഞ്ഞ 4 കമ്പനികൾക്കും ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ 90% മേലെ പോകുന്നുണ്ട്.
പിന്നെ അതുമാത്രമല്ല IRDAയുടെ നമ്മുടെ ആനുവൽ റിപ്പോർട്ടിൽ നോക്കി കഴിഞ്ഞാൽ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ നമുക്ക് കിട്ടില്ല. ക്ലെയിം ഇൻഗേർഡ് റേഷ്യോ ആണ് കിട്ടുക. എത്രത്തോളം കമ്പനി ക്ലെയിം എമൗണ്ട് കൊടുത്തെന്നുള്ളൊരു ഡീറ്റെയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആനുവൽ റിപ്പോർട്ട് നമുക്ക് 173 പേജിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എത്രത്തോളമാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഒരു കമ്പനി മോശമല്ല, എല്ലാ കമ്പനിയും റീസൺ ഇല്ലാതെ ഒരു കമ്പനിക്കും ക്ലെയിം റിജക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പോളിസി എടുക്കുമ്പോൾ പല ആൾക്കും നല്ല കമ്പനി ഏതാണ്, അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടിരിക്കും. അതും ഒരു കാര്യം ഉറപ്പാണ്, റീസൺ ഇല്ലാതെ ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോഴൊക്കെ വെയിറ്റിംഗ് പീരീഡ് നമ്മൾ അറിയാതെ പോകുന്നത് കൊണ്ടാവാം അങ്ങനെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് വരുന്നത് സ്റ്റാർ ഹെൽത്തിന് HDFCക്കാണ്. ഒരു 10,000 എബോ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് കവറേജ് കിട്ടുന്നുണ്ട്. പക്ഷേ ബാക്കി ടാറ്റയിലും ന്യൂയോർക്കിലും കവറേജ് ഇല്ല എന്നല്ല, അവിടെയും ഒരു 2,000 മുകളിൽ നെറ്റ്വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുക, നിങ്ങൾ പോകുന്ന ഹോസ്പിറ്റൽ അതിൽ കവർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് അവസാനമായിട്ട് പറയാനായിട്ടുള്ളത്, എല്ലാ കമ്പനിയും യൂണീക്കാണ്. ഓരോ കമ്പനിക്കും അതിൻ്റേതായിട്ടുള്ള കുറേ യൂണിക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ നീഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പോളിസികളെ പറ്റിയിട്ട് സംശയം ഉണ്ടെങ്കിലും അതുപോലെ പോളിസി എടുക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.